ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം, നല്ലോണം എൻജോയ് ചെയ്യാം. ഇന്ന് ഇക്കാക്ക് ഓഫുള്ളൊരു ഡേ ആണ്. ഇന്ന് ഓഫീസൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇക്കാക്ക് ഓഫീസില്ലാത്ത ദിവസം ഭയങ്കര ഒരു എനർജി ആയിരിക്കും കേട്ടോ. ഭയങ്കര ഒരു ഉത്സാഹമുള്ളായിരിക്കും എല്ലാ കാര്യം ചെയ്യാനും കിച്ചണിൽ കയറാനും അങ്ങനെയെല്ലാം. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഒരു പഴം വെച്ചിട്ട് ഒരു നോർമൽ ഒരു പാൻ കേക്ക് കേട്ടോ. എനിക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വേറൊന്നുമല്ല, ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലോണം ചിലവാവിട്ട. കാര്യം എല്ലാവരും കഴിക്കും, പ്ലേറ്റ് കാലിയാവും. അപ്പോൾ അങ്ങനത്തെ ഫുഡെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ഉണ്ടാക്കിയിട്ട് അത് അവരിഷ്ടത്തോടെ കഴിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കായാലും ഇക്കാക്കായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിന്. ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പഞ്ചസാര വേണ്ട, നല്ല മധുരമുള്ള പഴം. പിന്നെ ഫ്ലോർ ഇട്ട് കൊടുത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ 2 മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എപ്പോഴും ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കൂടുതലും ഫോളോ ചെയ്യൽ. ഇനിയിപ്പം ഇതിൽ കുറച്ച് പാലുണ്ടെന്നുണ്ടെങ്കിൽ പാലും കൂടി വെച്ചെടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചുട്ടെടുക്കാൻ വേണ്ടു. ഈസിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഫില്ലിങ്ങുമാണ്. കുറച്ച് സമയത്തേക്ക് പിന്നെ അങ്ങനെ വിശക്കൊന്നുമില്ല, അങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ ഈ പഴമൊന്നും കഴിക്കാത്ത കുട്ടിക്കെല്ലാം ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുത്താൽ മതി, പഴവും മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടിക്ക്. പിന്നെ നമുക്കിത് ഫ്ലോറിന് പകരം ഓട്സിൻ്റെ പൊടിയെല്ലാം യൂസ് ആക്കാം. ഞാനിപ്പം ഫ്ലോർ എടുത്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ ഓട്സിൻ്റെ പൊടി തീർന്നു അതിനൂട്ടാ. അങ്ങനെ പാൻ കേക്കെല്ലാം റെഡിയായി. ഇനിയിപ്പം സെർവ് ചെയ്യலாம். ഇന്ന് ശരിക്കും ഞാൻ ഫുള്ള് ഫ്രീ ആയിരുന്നു. കാര്യം എനിക്ക് പ്രത്യേകിച്ചിട്ട് അങ്ങനെ പണിയൊന്നുമില്ല. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇക്കയാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. കുറേ ആയി ഇക്കാനെ കിച്ചണിൽ കയറ്റണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ വകയാണ് ഫുഡ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ, ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ ബീഫ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ മസാലപ്പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി. ശരിക്കും പറഞ്ഞാൽ ഇവരെ കുക്കിംഗ് എല്ലാം കാണാൻ നല്ല രസമാണ്, ഭയങ്കര കോമഡിയാണ്. കാര്യം എല്ലാം അറിയാവുന്ന വിചാരം, പക്ഷെ സത്യം പറഞ്ഞാൽ വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും. കുറേ സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നോടിങ്ങനെ ചോദിക്കും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന്. അറ്റ് ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൊരു ഭാവം ഉണ്ടാവും. പക്ഷേ വെറുതെ പറയുന്നതല്ല, ഇക്കാൻ്റെ ഈ ബീഫ് കറിയും ഈ പുട്ടും ഒരു രക്ഷയില്ലേനു കേട്ടോ, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. പുട്ടിനെ കുറിച്ചിട്ട് എനിക്ക് ഓൾറെഡി അറിയാനും, കാര്യം ഇതിന് മുന്നേയും ആക്കി തന്നിന്. പക്ഷേ ഈ ബീഫ് കറി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയേനു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഉച്ചക്കും അങ്ങ് ചോറിന് അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ലേനു. ചോറെല്ലാം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് ഫുള്ള് ഫ്രീ ആയിരുന്നു. അങ്ങനെ എൻ്റെ മോനൊന്ന് പഠിപ്പിക്കാനിരുത്തിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഒന്നിങ്ങനെ കളറിങ്ങെല്ലാം ചെയ്ത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ ഇതൊരു നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഈ ചുമരിലെല്ലാം ഇങ്ങനെ വരഞ്ഞിടുന്ന കുട്ടികളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വാട്ടർ ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവർക്ക് സ്കെച്ച് പെന്നിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഈ പെന്നിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് ഇങ്ങനെ വെള്ളം നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിവരിങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ കളറിങ്ങനെ വന്നോളും. ഈ ബുക്കിൽ മാജിക് ബുക്ക് എന്നാണ് കേട്ടോ ഈ ഒരു ബുക്കിൻ്റെ പേര്. നല്ലതാണ്, ഇങ്ങനത്തെ ചെറിയ മക്കൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അങ്ങനെ കളറിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പഠിക്കാൻ തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റാണ് പഠിക്കാനെല്ലാം. ഇങ്ങനെ ഇരുത്തിക്കഴിഞ്ഞാലെല്ലാം അങ്ങ് പഠിച്ചോളും. ഇവനിക്ക് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെ എഴുതാനാണ് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല, ഇങ്ങനെ പെന്നും പെൻസിലെല്ലാം കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. L for lion. L for leaf. Yes, okay. പിന്നെ ഇതേപോലെ സ്കൂളിങ്ങെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന മക്കളെല്ലാം ആണെങ്കിൽ ഇങ്ങനത്തെ പാറ്റേൺസിൻ്റെ ബുക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക്. കാര്യം ഇങ്ങനെ നമ്മൾ പാറ്റേൺസ് എല്ലാം ഇവരെ കൊണ്ട് ആദ്യം ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡോട്ടഡ് ലൈൻസ് എല്ലാം പെട്ടെന്ന് ഫില്ലാക്കാനെല്ലാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. കൈ പെട്ടെന്ന് അങ്ങ് വഴങ്ങിക്കോളൂ കേട്ടോ. കുട്ടികൾക്കെല്ലാം ഇങ്ങനെ വാങ്ങിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്.
അങ്ങനെ പഠിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ച്. നല്ലതാണ്, കുട്ടികൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ എൻ്റെ മക്കൾക്ക് രണ്ടാക്കും ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഞാൻ ജ്യൂസ് ആക്കിയിട്ടേ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങ് കുടിച്ചോളും, അറിയാണ്ട് അങ്ങ് കുടിച്ചു പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവഗാഡോ ഉണ്ടേനു, അപ്പോൾ അങ്ങനെ അതടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ദിവസവും ഒരു അവഗാഡോയെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാര്യം ഇത് നല്ല ഫൈബറും പിന്നെ വൈറ്റമിൻ സി, കെ, ഇ അങ്ങനെ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് എല്ലാവർക്കും അറിയാമോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ വായിച്ചറിഞ്ഞതാണ്, ശരിയാണോ എന്നും അറിയില്ല കേട്ടോ. ഇത് നമ്മളെ ഡിപ്രഷനെല്ലാം കുറയ്ക്കാൻ കുറേ എല്ലാം ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിന്. അതുപോലെ തന്നെ നമ്മളെ ഡൈജഷൻ എല്ലാം നല്ലതാണ് ഈ അവഗാഡോ. അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് നമ്മളെ വിസ റിന്യൂവൽ ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഇവിടുന്ന് നല്ല ലോങ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലേക്കാണ് പോകുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെയും കസാക്കിസ്ഥാൻ്റെയും ബോർഡറിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ളതൊന്നും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം അവിടെ അലൗഡ് അല്ല ഷൂട്ടിങ്ങൊന്നും. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ടതാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ വിസ റിന്യൂവൽ ഡേ. കാര്യം പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ വല്ലാണ്ട് ടയേർഡായി പോകും. തിരിച്ചെത്തുമ്പോഴത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു എനർജി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ നേരെ പകുതിയാവും. പക്ഷേ എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇക്കാൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും കേട്ടോ നമ്മളെ കൂടെ. അപ്പോൾ അവർക്ക് 2 ട്വിൻസാണ് ഉള്ളത്. അപ്പോൾ അവരും ഇവനും നല്ല സിങ്കായിട്ട് അങ്ങ് പോയിക്കോളും, ഭയങ്കര കളിയല്ലായിരിക്കും. അതുകൊണ്ട് ഓനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു, പോയി വന്നിട്ട് വല്ലാണ്ട് ടയേർഡായിന്. അപ്പോൾ പെട്ടെന്ന് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും ഞാൻ പിസ്സ ബേസ് ഇങ്ങനെ വാങ്ങി വെക്കും, അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിസ്സ ആക്കാമെന്ന് വിചാരിച്ച്. ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് മാവ് കുഴച്ച് വെക്കുകയോ പരത്തുകയൊന്നും ചെയ്യണ്ടല്ലോ, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ പിസ്സ സോസ് പ്രിപ്പയർ ചെയ്യலாம். നോർമലി ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യല് പിസ്സ സോസ്. എനിക്ക് പേഴ്സണലി കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര എനിക്ക് പിടിക്കലില്ല, എന്തോ എനിക്ക് അങ്ങനെ ശരിയാവലില്ല. ഞാൻ കുറേ ബ്രാൻഡ്സിൻ്റെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിന്, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടലില്ല. പിന്നെ ഇക്കാക്കായാലും ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിപ്പം കുറച്ച് വലിയൊരു മീഡിയം സൈസ് ഉള്ളിൽ കട്ട് ചെയ്തെടുത്തിന്. പിന്നെ 2 തക്കാളി, പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും എടുത്ത് വെച്ചിന്. പിന്നെ തക്കാളി ഞാനിപ്പം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നോർമലി പിസ്സ സോസ് ഉണ്ടാക്കുമ്പം ഇങ്ങനെ എന്താ പറയുക ഫുള്ളായിട്ട് തക്കാളി എടുക്കുക. ഞാനിപ്പം പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു സോസ് പാനിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. എക്സ്ട്രാ ഞാനിപ്പം മുളക് പൊടിയൊന്നും ഇടുന്നില്ല, വറ്റൽമുളക് യൂസ് ആക്കുന്നത് കൊണ്ട്. വറ്റൽമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് കുക്കാകുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിന്. ഇത് ജസ്റ്റ് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായിന് കേട്ടോ. ഇതിൻ്റെ വെള്ളയിലൊന്ന് നല്ലോണം ഒന്ന് വറ്റീന്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിന്. അങ്ങനെ വെള്ളമൊന്നും വേണ്ട, വെള്ളമെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ വറ്റിയ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പം ഞാൻ ഇതിൻ്റെ തൊലി ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. കാര്യം തക്കാളിയിൽ തൊലി ഇല്ലാത്തതാണ് നല്ലത്. നമ്മൾ സോസ് റെഡിയാക്കി എടുക്കുമ്പം തൊലി ശരിക്കും പാടില്ല കേട്ടോ. അപ്പം ഞാനിപ്പം ഇങ്ങനെ കട്ടാക്കിയതുകൊണ്ട് കുറച്ച് പണിയേനു. അപ്പം നമ്മൾ ഫുള്ളായിട്ട് തക്കാളി ഇടുന്നതാണെങ്കിൽ അതിൻ്റെ മേലെ ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ പ്ലസ് പോലെ ഒന്നിങ്ങനെ കീറി കൊടുത്താൽ മതി കത്തി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കിന്നിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തൊലിയിലൊന്ന് റിമൂവ് ആക്കല. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനിപ്പം ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കല. കാര്യം പെട്ടെന്നാക്കിയിട്ട് വേണം കഴിക്കാനെന്ന് വിചാരിച്ചിട്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഉള്ളിയും തക്കാളിയും മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം.
അങ്ങനെ ഞാനിത് നല്ലോണം അരച്ചെടുത്തിന്. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാൻ ആ സെയിം പാൻ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിന്. എന്നിട്ട് ഞാനിപ്പം ആ ചിക്കൻ ഫ്രൈ ആക്കിയ ഓയിലാണ് യൂസ് ആക്കുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്കിത് കുറച്ച് അധികമെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ പിസ്സ സോസ്. അപ്പോൾ അങ്ങനെ കുറേ കാലമെല്ലാം വെക്കുന്നതാണെങ്കിൽ ഇങ്ങനെ യൂസ് ആക്കിയ ഓയിൽ എടുക്കണ്ട, നല്ല ഫ്രഷ് ഓയിൽ തന്നെ എടുക്കാം. എന്നിട്ട് ഞാൻ നമ്മളെ ടൊമാറ്റോ പ്യൂരി അങ്ങ് ഒഴിച്ചു കൊടുക്കലാം. എന്നിട്ട് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കാം. ഇനി ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ആക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അധികം തന്നെ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ പിസ്സ സോസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പം ഞാൻ ടോപ്പിങ്സ് ആയിട്ട് യൂസ് ആക്കുന്നത് ഉള്ളിയും ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് കോൺ എടുത്ത് വെച്ചിന്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പിസ്സ അസംബിൾ ചെയ്യാം. ഞാനിപ്പം ഡോ ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇതിൽ ഹോൾസ് ഉണ്ട്. പിന്നെ ഇത് ഫ്രീസ് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വകയും കൂടി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊന്നിങ്ങനെ പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പിന്നെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയൊന്നുമില്ല. ഇനി നോർമലി പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടോപ്പിങ്സ് എല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഇക്ക ഉണ്ടല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് പിസ്സ വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ലൈസ് പോലും എടുക്കില്ല കേട്ടോ. അത്രക്കും ഇഷ്ടമില്ല. ഞാൻ കുറേ നിർബന്ധിക്കും, പക്ഷെ എന്നാലും കഴിക്കൂല. പക്ഷേ ഞാനിങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ശരിക്കും അടിപൊളിയാണ് ഈ ഒരു പിസ്സ സോസ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ അറ്റ് ലാസ്റ്റ് മേലെ കുറച്ച് ഹാലപ്പിനോയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നോർമലി ഇങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കൽ. നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കഴിച്ചോളും. ഞാൻ നോർമലി നമ്മൾ ബ്രെഡ് പിസ്സയിൽ ഉണ്ടാക്കും കേട്ടോ ഈ ഒരു പിസ്സ സോസ് വെച്ചിട്ട്. അങ്ങനെ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ പിസ്സ ഉണ്ടാക്കുമ്പം ഏറ്റവും അടിപൊളിയായിട്ട് വേണ്ടത് പിസ്സ സോസാണ്. ഈ പിസ്സ സോസിലാണ് ഈ പിസ്സൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ഉണ്ടാവാൻ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മളെ പിസ്സയും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിക്കലാം. അങ്ങനെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് രണ്ടാൾക്കും ഭയങ്കര ക്രേവിങ് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പാർസലാക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ അങ്ങനെ പാർസൽ കിട്ടുന്ന നല്ല ഹോട്ടൽസൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഇവിടുത്തെ സ്റ്റേഷനാണ് കേട്ടോ, റെയിൽവേ സ്റ്റേഷനാണ്, സ്പീഡ് മെട്രോ സ്റ്റേഷന്. പിന്നെ നമ്മളെ നോർമൽ ട്രെയിനെല്ലാം ഉള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ ഇത്. പിന്നെ ഇതെന്താണെന്നറിയാമോ, ഇത് മെട്രോൻ്റെ ഉള്ളിലുള്ള ഒരു മെഷീനാണ് കേട്ടോ. അറിയുന്ന ആൾക്കാരും ഉണ്ടാവും, അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. ഇത് നമ്മളെ ഇലക്ട്രിസിറ്റി എല്ലാം റീചാർജ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി മാത്രമല്ല, നമ്മളെ മൊബൈൽ റീചാർജ്, അതുപോലെ തന്നെ നമ്മളെ ടെലിഫോൺ റീചാർജ്, പിന്നെ ഗ്യാസ്, പിന്നെ പാർക്കിങ്, അങ്ങനെ എല്ലാം കൂടി വരുന്നൊരു മെഷീനാണ് ഇത്. നമ്മൾ ഇവിടെ നിന്നാണ് നോർമലി കറണ്ടെല്ലാം റീചാർജ് ചെയ്യാം. പിന്നെ ഗ്യാസെല്ലാം നമ്മൾ ഓണറായിരിക്കും, റൂമിൻ്റെ ഓണറായിരിക്കും. പിന്നെ ആ ഒരു ബ്ലൂ കാണുന്ന മെഷീന് പവർ ബാങ്കാണ് കേട്ടോ. നമ്മൾ റീചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പവർ ബാങ്ക് യൂസ് ആക്കാം. ആ കാണുന്ന യെല്ലോ ഫുള്ളും പവർ ബാങ്ക്സ് ആണ്. നമുക്ക് അവിടെ നിന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ അവിടെ തന്നെ വെക്കണം കേട്ടോ. വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അങ്ങനെ പോക്കാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റീച്ചായി. ഇവിടെ കുറേ ഇന്ത്യൻ ഹോട്ടൽസ് ഉണ്ടെങ്കിലും നമുക്ക് പേഴ്സണലി ഈ ഒരു ഹോട്ടൽ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് നല്ല വൈബാണ്, പിന്നെ നല്ല സർവീസുമാണ്, നല്ല അടിപൊളി ഫുഡുമാണ്. ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മളെ എക്സാക്റ്റ് ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റൊന്നുമല്ല. പക്ഷേ ഇവിടെ അടിപൊളിയാണ്. നമുക്ക് വന്നിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പിന്നെ അത്ര ക്രൗഡഡ് ഒന്നും ആയിരിക്കില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരാണ് കൂടുതലും ഇവിടെ വരിക ഇന്ത്യൻ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കിട്ടി. നമ്മൾ ബിരിയാണിയാന്ന് പറഞ്ഞത്. നല്ല അടിപൊളി ബിരിയാണി കിട്ടും കേട്ടോ ഇവിടെ. നമ്മളെ എക്സാക്ട് നാട്ടിലെ പോലത്തെ ബിരിയാണിയല്ല, ഹൈദരാബാദി ബിരിയാണി. പിന്നെ അടിപൊളി ഒരു മസാല ചായയും ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചായ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കില്ല. നമ്മൾ രണ്ടാളും ബിരിയാണിയാണ് പറഞ്ഞത്. നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ആക്കിയിട്ട് വന്നതാണ് ബിരിയാണി കഴിക്കാൻ. പിന്നെ കുട്ടിക്ക് ഞാൻ തന്തൂരി ചിക്കനും ഞാനും വാങ്ങി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങല. പിന്നെ ഇവിടെ പകൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഈ ഔട്ട്ഡോർ കാണാൻ. ഇവിടെ നമുക്ക് ഔട്ട്ഡോറിലിരുന്നിട്ടും ഫുഡെല്ലാം കഴിക്കാം. ഇതിപ്പം രാത്രി ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമെല്ലാം ഉള്ളതുകൊണ്ടാണ് അത്ര രസമില്ലാത്ത കാണാൻ. പകൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ്. ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കാണിച്ച വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.